പരമാവധി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ ഞാനിവിടെ പോകുന്നു. എൻ്റെ അവിടെ അപ്പുറം ഒരു ഡ്രാഗൺ ഫ്രൂട്ടുണ്ടേ. അതിൻ്റെ ഒരു കൊമ്പ് പൂട്ടിപ്പോയി. അതിൻ്റെ മേലേത്തേത് പൊട്ടിപ്പോയി. മേലേത്തതാണ് എടുത്ത് നടാൻ നമ്മൾ പൂക്കാൻ പോകുന്നത്. അതിൻ്റെ പൂത്ത കായില്ല എന്നാണ് പരിക്കേണ്ടത്. കണ്ടില്ലേ, ഇതേപോലെ അത് ഞാൻ പൊട്ടിപ്പോയി. അത് ഞാൻ വിചാരിച്ചെന്നാൽ ഒരു ബക്കറ്റിലാക്കിയിട്ട് നടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ബക്കറ്റ് എടുത്തിട്ട് ഇതിൻ്റെ അടി ദ്വാരാക്കിയിട്ട് 2 ദ്വാരാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ എടുത്തിട്ട് ഇതിൽ നടട്ടെ. ഇതിൽ ഞാൻ നട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. അതാണ് ഞാനിപ്പോൾ മൂന്നെണ്ണ ഉള്ളത്. ഇതാ 3 എണ്ണ ഉള്ളത്, കണ്ടില്ലേ. ഇത് ഞാനിപ്പോൾ എങ്ങനെയെല്ലാം നടുന്നെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് എങ്ങനെയെല്ലാം നടുന്നെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കണ്ട, ഇത് കണ്ടില്ലേ. ഇതേപോലെ ഈ ബക്കറ്റ് എടുത്തു. ബക്കറ്റിൻ്റെ അകത്ത് ഞാൻ ആദ്യം എന്നാ ചെയ്യുന്ന വെച്ചാൽ, ആദ്യം ഒരു 2-3 ചേരി എടുത്തിട്ട് അടിയിൽ ഇങ്ങനെ വെച്ചിട്ട്, അതായത് ആ ദ്വാരത്തിന് അടഞ്ഞു പോകുന്നതായിട്ടാണ് ഇങ്ങനെ ഈ ചേരി എടുത്തിട്ട് ഇങ്ങനെ വെച്ചു. അതിൻ്റെ മേലെ കുറച്ച് ചേരി കുച്ച് ഇട്ടു. ഉണ്ടാ, ഞാൻ ഇതേപോലത്തെ കുച്ച് കണ്ട. ഇത് വെള്ളം കെട്ടി നിൽക്കുന്നതായിട്ടാണ്. ഇനി വെള്ളം അധികം കെട്ടി നിൽക്കാൻ പാടില്ല, അങ്ങനെയുണ്ട്. അതിനാണ് ഞാൻ ഇതിങ്ങനെ ഇടുന്നത്. കണ്ടില്ലേ, ഇതേപോലെ കുറച്ച് ചേരി കുച്ച് ഞാൻ തച്ചിട്ട് ആക്കിയിട്ടതാണ്. ഇത് ചേരി വെള്ളത്തിലിട്ടിട്ട് കുച്ച് ഇങ്ങനെ ചകരിച്ചോറാക്കാൻ വേണ്ടിയിട്ട് പൊതിർത്തത് ഞാൻ കുച്ച് തച്ചിട്ട് ഇങ്ങനെ ഇതേപോലെ ആക്കിയിട്ടിട്ടതാ. ഇങ്ങനെ ആക്കിയിട്ടതാണ്. അതാണിത്. ഇതിപ്പോൾ അങ്ങനെ അടിയിട്ടു. അത് അതിൻ്റെ അടിയിലിട്ടു. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഇതിൻ്റെ അടിയിൽ നേടാൻ പോകുന്ന വെച്ചാൽ കുറച്ച് പിന്നെ വാഴേൻ്റെ കൂർക്കല വാരിയിടാം. കൂർക്കല ഇത് കണ്ടില്ലേ, ഈ വാഴക്കൂർക്കല ഇടാം. വാഴക്കൂർക്കല എനിക്ക് ചീമക്കൊന്ന് ഞാൻ കൊണ്ടുവന്നില്ല. ചീമക്കൊന്നും കൂടി കൊണ്ടുവരാം. ഇതിപ്പം നടട്ടെ. ഇതിപ്പം വാഴക്കൂർക്കലയും കൂടി ഇതിൻ്റെ അടിയിൽ വെക്കുന്നുണ്ട്. കണ്ടില്ല, വാഴക്കൂർക്കല. ഇത് നല്ലപോലെ ഇതിൻ്റെ മേലെ വാഴക്കൂർക്കലയും കൂടി ഇട്ടു. ഇതിന് ശേഷം ഇതിന് ഞാൻ കുറച്ച് പിന്നെ ഇതും കൂടി ഇടട്ടെ. ഇപ്പോൾ അതിൽ വാഴക്കൂർക്കലി ഇട്ടു. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് കരിയിലും കൂടി വാരിയിട്ടെ. കരിയില അതെല്ലാം ഇഷ്ടംപോലെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇന്ന് ഇഷ്ടംപോലെ. ഇപ്പം ഇതിൻ്റെ മേലെ ഞാനെന്നാ ഇടുന്ന വെച്ചാൽ കുറച്ച് പോട്ടി മിശ്രിതം വാരി ഇടുന്നുണ്ട്. എന്താ വെച്ചാൽ അതിൽ കുറച്ച് അമരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് വേഗം ഇത് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് അതിൻ്റെ ഉള്ളിൽ പോട്ടി മിശ്രിതം കൂടി ഇടുന്നുണ്ട്. കണ്ടില്ലേ. അത് ഇട്ട് കഴിഞ്ഞാലെന്ന് വെച്ചാൽ വേഗം വെള്ളം കൂടി നനയും. ഇത് പെട്ടെന്ന് അമിഞ്ഞ് വളമായിട്ട് വരും. പെട്ടെന്ന് എല്ലാം കൂടി ആയിട്ട് വളമായിട്ട് വരും. ഇനിയിപ്പോൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ കുറച്ച് പിന്നെ സീമക്കൊന്നീൻ്റെ ഇവിടെ കൊണ്ടുവച്ചിട്ട് കുറച്ച് ഇതിൻ്റെ തോലാണ്. ഇത് പിന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ തോലായത്. കണ്ടില്ലേ, ഇതാ പാഷൻ ഫ്രൂട്ടിൻ്റെ തോല്. ഇതിൻ്റെ മേലെ അല്ല ചക്കമടലിട്ടിട്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ തോലിടാം. ഇത് കുറച്ച് ചക്കമടലും കൂടിയാണ്. ചക്കമടലായിട്ട് കുറച്ച് ഇല്ല ഒരുപാടായിപ്പോയി എല്ലാം കൂടി. അതിൻ്റെ ബാക്കിക്ക് കുറച്ച് കാടും കൂടി ഇടട്ടെ. മുറ്റത്തെ പുല്ലും കാടും കൂടി അതും കൂടി ഇടട്ടെ. ഇത് നല്ല നല്ല പുല്ലാണ്. ഇതും കൂടി ഇടട്ടെ കുറച്ച്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇടാൻ സൗകര്യം ഇല്ലാണ്ടായിപ്പോയി. ഇത്രയും ഇടാൻ കഴിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്നാ വേണ്ട വെച്ചാൽ ഇനിയിപ്പം കുറച്ച് ഇതും കൂടി ഇടട്ടെ. ഇത് പിന്നെ ഇതിൻ്റെ വേഷം പൂട്ടിൻ്റെ അലയും കൂടി ഇട്ടു. ഇനിയിപ്പം കുറച്ച് ഈ സീമക്കൊന്നയും കൂടി ഇതിലിടും. സീമക്കൊന്നയും കൂടി ഇതിലിട്ടിട്ട് എന്നാ ചെയ്യുന്നു വെച്ചാൽ ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ നമ്മൾ പോട്ടി മിശ്രിതം നിറക്കുക. പോട്ടി മിശ്രിതം നിറച്ചിട്ട് ഇതിൻ്റെ മേലെ നല്ലപോലെ നിറക്കുക. ഇപ്പം നല്ലപോലെ ഇഷ്ടംപോലെ ആയിപ്പോയി. പാട് ചപ്പും കാടും തന്നെ ആയിപ്പോയി ഒരുപാട്. കണ്ടില്ലേ, ഇതേപോലെ നിറച്ച് നല്ലപോലെ നിറക്കുക. അതിന് ശേഷം ഇത് ഞാൻ വേറെ തൈ നട്ട് പൊടിപ്പിച്ചിട്ടൊന്നുമില്ല. വേറെയൊക്കെ വാങ്ങുന്ന തൈയല്ല, എൻ്റെ അടുത്ത് ഉള്ള തൈ. അതിൻ്റെ അകത്ത് മൂത്ത് വന്ന് കായ്ക്കാനായതാണ്. കായ്ച്ചിട്ടില്ല. അതിൻ്റെ അടുത്ത് തല ലേശം പൊട്ടിപ്പോയി. അതുകൊണ്ട് അതാ വണ്ണുള്ള തലയാണ്. അതുകൊണ്ടാണ് ഞാനത് എടുക്കാൻ കാരണം. ഇത് നടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇതൊന്നും നട്ടു നോക്കാം, നമുക്ക് ബക്കറ്റിൽ നട്ടു നോക്കാമെന്ന് വിചാരിച്ചു. അത് ഞാൻ നിരത്താണ് നട്ടിട്ടുള്ളത്. അത് മാത്രമല്ല അത് സീമക്കൊന്നൊക്കാന്ന് നട്ടു കൊടുത്തിന്. അപ്പോൾ
അത് പിന്നെ അത്ര ഇത് അല്ല സീമക്കൊന്നൊക്കെ ആകുമ്പം സീമക്കൊന്ന പോയിപ്പോ അത് കുറേ വേണ്ടുന്നല്ലേ എന്നെല്ലാം പറഞ്ഞു. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ വേറെ സിമെൻറ്റിൻ്റെ കാലോ എന്തെങ്കിലും കാല് കൊണ്ടൊന്ന് കുഴിച്ചിട്ടിട്ട് അതിൻ്റെ മേലെ കൂടി ആക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇതിപ്പോൾ ഞാൻ ബക്കറ്റിൽ നടുന്നത്. അത് പോയിട്ടാകുമ്പോൾ അതിന് വേറെ എന്തെങ്കിലും കുഴിച്ചിട്ടിട്ട് അതാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അവിടെ 2 ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് എൻ്റെ അടുത്ത്. അത് വളർന്നു പോയി. ഒരു 1.5 കൊല്ലം വേണം നടും. 1 കൊല്ലം കഴിഞ്ഞു. അടുത്ത കൊല്ലം നമ്മളേക്ക് എന്തായാലും അത് പൂക്കുന്ന ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പം ഇതിപ്പോൾ ഇട്ടില്ല. ഇതിപ്പോൾ ഇത്ര പോരെ ഞാൻ ഇട്ടു കണ്ടാ, കുറേ നിറച്ചു. അത്രയായിട്ടില്ല, പോട്ടി മിശ്രിതം മാത്രമേ ഇടുന്നില്ല. പിന്നെ ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് ആട്ടുംവളവും കുറച്ച് ചാരം കണ്ടാ, ചാരം കുറച്ചേ വേണ്ടു, എല്ലാം കുറേശ്ശന. കുറച്ച് വേപ്പും പിണ്ണാക്ക് കണ്ടില്ലേ, എല്ലുപൊടിയെല്ലാം ഇതിൻ്റെ പേരെ കൂട്ടിയിട്ടുണ്ട്. എന്നാലും കുറച്ച് ഇതെല്ലാം കുറേശ്ശന ഞാൻ ഇടുവായിരുന്നു. എല്ലുപൊടി കുമ്മായ എല്ലാം കൂട്ടിയതാണ്, ചാരം എല്ലാം കൂട്ടിയത്. കുറച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുള വരുന്നതിന് വേഗം പെട്ടെന്ന് മുള വരും. ഇത് ആട്ടുംവളം കണ്ടില്ലേ, ആട്ടുംവളം ബെസ്റ്റാണ് എല്ലാ കാര്യത്തിനും. ആട്ടിൻ്റെ വളം എന്ന് വെച്ചാൽ നല്ല അസൽ വളമാണ്. അതുകൊണ്ട് അത് ഞാൻ ഒഴിവാക്കലേ ഇല്ല. ഇപ്പം എല്ലാം ഞാൻ കൊണ്ടക്കലുണ്ട്. അതെല്ലാം എല്ലുപൊടി ഉണ്ട്. എല്ലുപൊടി ഞാൻ ഇതിൽ കൂട്ടിനി, പക്ഷേ ഇപ്പോൾ കൊണ്ടുവന്നത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എല്ലുപൊടി ഇട്ടിട്ടില്ല. ഇതിപ്പോൾ കണ്ടല്ലോ, ഇതേപോലെ നമ്മളിതാക്കി കൂട്ടി യോജിപ്പിച്ച് അമർത്ത് കണ്ടാ, നല്ലപോലെ അമർത്തും. ഇനി ആ ചപ്പ് അമരുമ്പോൾ കുറേ കുറയുമ്പോൾ നമുക്ക് അതിനകത്ത് നിറച്ച് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനിത് മുറിച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതേപോലെ എനിക്ക് തന്ന തൈ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്രയുള്ളൊരു കഷ്ണമാണ് എനിക്ക് തന്ന തൈ. പക്ഷെ അത് പൊടിച്ചിട്ടാണ് അത്ര പൊരിയായി. പിന്നെ ഇത് നല്ല ഉഷാറുള്ള തൈ ഇത് കിട്ടിയത് കൊണ്ട് ഇത് തന്നെ നട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നല്ല തൈയായി. ഇത് നല്ല വിത്താണ്. ഇത് ഞാൻ പിന്നെ തൈ പൊടിപ്പിക്കാനോ അല്ലെങ്കിൽ നഴ്സറി പോയി വാങ്ങാനൊന്നും വിചാരിച്ചിട്ടില്ല. ഞാൻ ഇതിനെ കൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ കിട്ടുമോ നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ നടുന്നതല്ല. ഞാൻ പൊട്ടിച്ച് നട്ടിട്ട് അതിപ്പം വളർന്നു പോയി. അതിൻ്റെ അകത്ത് നിന്ന് പൊട്ടിച്ച് നട്ടു. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ പൊട്ടിപ്പോയിട്ട് ഞാൻ പൊട്ടിച്ച് നട്ടിട്ട് അതിപ്പം വളർന്നു. 2-3-4 തിരി വന്ന് അങ്ങനെ വളർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് നട്ടാൽ പൊടിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഇതിനങ്ങനെ നമ്മൾ പേടിക്കൊന്നും വേണ്ട. പക്ഷേ ഇതിന് അച്ചിലിനെയാണ് നമുക്ക് പേടിക്കേണ്ടത്. അച്ചിൽ തിന്നു, ഇതിൻ്റെ തലയെല്ലാം അച്ചിൽ തിന്നു. അതാണ് ഇതിൻ്റെ വിഷമം. ഇതിപ്പം കണ്ടില്ലേ, വേറെ ഒന്നും ഇതിന് ബുദ്ധിമുട്ടില്ല. ഇപ്പം കണ്ടല്ലോ, ഞാനിപ്പം കുറച്ചും കൂടി ഇതിൻ്റെ മേലെ കൂടി മണ്ണിട്ടിട്ട് അവിടെ വെക്കട്ട്. കണ്ടല്ലോ, കണ്ടാ, ഇതുപോലെ ഞാൻ നട്ടിട്ട് നമുക്കിത് നല്ല വെയിൽ വേണം. ഞാൻ നട്ട സ്ഥലം വെയിലില്ലാണ്ടായിപ്പോയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇതിന് മുമ്പേ കായ്ക്കുമായിരുന്നു. ഞാൻ നല്ലപോലെ വളലിട്ട് കൊടുത്തിനായിരുന്നു. പക്ഷേങ്കിൽ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. ഞാൻ ഇക്കെല്ലാം കായ്ക്കുന്ന വിചാരിച്ചാൽ കായ്ച്ചിട്ട് കാണുന്നില്ല. നോക്കാം ഇനി. ഉണ്ടല്ലേ, ഇനി പടന്ന് വരുന്നേ തല പൊട്ടി വരുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളിപ്പോൾ കണ്ടല്ലോ എൻ്റെ റേഷൻ കൂട്ടിൽ നടന്ന് നിങ്ങൾ കണ്ടല്ലോ. ഇത് കേട്ടില്ലേ, ഇതുപോലെ നട്ട് കൊടുത്തിട്ടുണ്ട്. നട്ട് നോക്ക്. തൈക്കൊന്ന് വേണമെങ്കിൽ പൈസ കൊടുത്ത് പണിക്കാനൊന്നും വേണ്ട. ഒരു തൈക്കൽ ഒരുപാട് പൈസയുണ്ട് പണിക്കാൻ പോയാൽ. നമ്മുടെ അടുത്ത് ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിനകത്ത് കൊടുത്തിട്ട് നട്ടാൽ മതി. പക്ഷെ എന്ന് വെച്ചാൽ ഈ കായ് പൂത്ത് കഴിക്കുമ്പോൾ ആ പൂത്ത തണ്ടില്ലേ, ആ പൂത്ത കായ് വരച്ച് ആ തണ്ട് കുടിച്ചിട്ട് അത് നടന്നത് പോലും. എന്നാൽ നല്ല വേഗം കായ് ഉണ്ടാകുന്നത് അതെനിക്കറിയാം. പക്ഷെ അറിയാനില്ല, അതില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നടന്ന് ഞാനിത് കുട്ടികളും നാളെ വേറെ വിജയിച്ച് വീണ്ടും വരുന്നത്. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്കെല്ലാം ഇന്നും ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് പറയാനുള്ളത്. ഗുഡ് ബൈ.